الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم للزكاة فاعلون ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതം സംശുദ്ധമാക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ, ആമീൻ. അള്ളാഹു വിശ്വാസികളായ ആളുകളുടെ സവിശേഷതകൾ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിലെ ആദ്യ 2 സവിശേഷതകളാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുകയുണ്ടായത്. ഒന്ന്, നിസ്കാരത്തിൽ കൃത്യതയും കണിശതയുമുള്ള ആളുകൾ. മറ്റൊന്ന്, ധാർമ്മിക മേഖലകൾ സംരക്ഷിക്കേണ്ടവ സംരക്ഷിച്ചും അധാർമികത പാടെ വർജിക്കേണ്ടവ വർജിച്ചും ജീവിതം സംശുദ്ധമാക്കുന്ന ആളുകൾ. ആ 2 കൂട്ടം ആളുകൾക്കും ഈ ദുനിയാവിൽ ഒരു പക്ഷേ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ ഉണ്ടാവാം. നാളെ പരലോകത്ത് ഒരിക്കലും അവർ സങ്കടപ്പെടേണ്ടി വരികയില്ല. അത്തരം മഹാഭാഗ്യവാന്മാരായ ആളുകളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ സന്താന പരമ്പരകൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുണ്ടാകുന്ന 2 ഗുണങ്ങളാണ്. ഒന്ന് നിസ്കാരം. എന്തൊഴിവാക്കിയാലും പോലും, ഒരു നേരം പട്ടിണി കിടന്നാൽ പോലും അവനവൻ്റെ മക്കളും പേരമക്കളും നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളായി തീരണം. എന്തെങ്കിലും ഒരു അധാർമികതയുടെ മുള പൊട്ടി വരുന്നു കണ്ടാൽ അത് തന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കണം. അതിനുള്ള ആർജവം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും സാമൂഹികമായ ജീവിതത്തിൽ മുസ്ലിം ഉമ്മത്തിനും നൽകി അനുഗ്രഹിക്കട്ടെ. 3-ാമത്തെ സവിശേഷതയെ സംബന്ധിച്ചാണ് അസ്സക്കാത്ത്. ഈ സക്കാത്ത് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക, ഇതിപ്പോൾ മൗലവി പറയുന്നത് റമദാനൊന്നും അല്ലല്ലോ, റമദാനിലല്ലേ ഇപ്പോൾ കാര്യമായിട്ട് സക്കാത്തിനെ പറ്റി പറയാം, അല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെടുമ്പോഴല്ലേ സക്കാത്ത് പറയുക. പ്രത്യേകിച്ച് കമ്മിറ്റിക്കാരൊക്കെ നോമ്പ് ഏകദേശം ഒരു പകുതിയായി കഴിഞ്ഞാൽ ഖതീബിനെ വിളിച്ച് പറയും, സക്കാത്തൊന്നും പറയാനട്ടോ. അത് റമദാനിൽ പറയേണ്ടതല്ല, അത് നോമ്പുമായി അനുബന്ധപ്പെടുത്തി പറയേണ്ടതല്ല. ഖുർആനിൽ സക്കാത്തിനെ പരിചയപ്പെടുത്തുന്ന ആയത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ 32 ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്.
അതിൽ 28 ആയത്തുകളും അഖീമുസ് സ്വലാത്ത വ ആതു സക്കാത്ത എന്നാണ്, നിസ്കാരവുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കേൾക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അറിയേണ്ടതും ഒക്കെ റമദാനിൽ മാത്രമല്ല, നോമ്പുമായി ബന്ധപ്പെടുത്തപ്പെട്ടിട്ടല്ല, മറിച്ച് ഉമ്മത്ത് അത് എന്നും അവരവരുടെ ജീവിതത്തിൽ നിസ്കാരത്തോടൊപ്പം സൂക്ഷിക്കണം ഒരു കാര്യമാണ്. ഒരു വലിയ വൈക്കോൽ കൂനയുടെ മുമ്പിൽ കൂടി, അല്ലെങ്കിൽ പെട്രോളിയം ഉപയോഗപ്പെടുത്തുന്ന പെട്രോളിയം വസ്തുക്കൾ ഉപയോഗിക്കുന്ന സ്ഥലത്തു കൂടി ഒരു ലൈറ്ററുമായിട്ട്, ഒരു തീപ്പെട്ടിക്കൊള്ളിയുമായിട്ട് പോകുന്ന ഒരു മനുഷ്യന്റെ ജാഗ്രത എത്രയുണ്ടാവണം, അതിനേക്കാൾ 100 ഇരട്ടി ജാഗ്രത നിസ്കരിക്കുന്നവൻ സക്കാത്തുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഭാഗത്തുണ്ടാകണം. അതിന്റെ ഗൗരവം ശേഷം മനസ്സിലാക്കാൻ പറ്റും. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതെന്താ? അവനവന്റെ അടുത്തുള്ള മിച്ചുള്ളത്, ബാക്കി വരുന്നത് വേസ്റ്റ്, അവനവൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഉള്ളി ഓരിച്ചു കൊടുക്കുക. പഴയ കാലത്തേക്ക് ആശാരി വെച്ച എല്ലാ കട്ടളപ്പടിയിലും ഇങ്ങനെ വരും, ആ പ്രത്യേക ദിവസം നോക്കിയിട്ട്. അപ്പൊ അവിടുത്തെ വലിയ ആള്, പ്രായം മുതിർന്ന ആള്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആ തറവാടിന്റെ കാരണവര് മൂപ്പരിങ്ങനെ ഇരിക്കും, വരുന്നവന്റെ മുഖത്തേക്ക് നോക്കും, ആളുടെ അവസ്ഥ നോക്കി മനസ്സിലാക്കി കുട്ടികളാണെങ്കിൽ ഇന്നത്, വലിയ ആൾക്കാർ ഇങ്ങനെ കൊടുക്കാനുള്ളതല്ല, മറിച്ച് അതിന് 2 വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, അത് കൊടുക്കുന്നതോടുകൂടി, ഇപ്പൊ ഉദാഹരണമായിട്ട് കണക്കുകളൊക്കെ കൂട്ടി ഒരു വർഷത്തിൽ 1 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം 2024 1 ലക്ഷം രൂപ കൊടുത്താൽ ആ കൊടുക്കാനുണ്ടായിരുന്ന ബാക്കിയുള്ളതുണ്ടല്ലോ ബാലൻസ്, അതിപ്പോ 1 കോടിയാണെന്ന് വെച്ചോ, അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അത് 2 കോടിയെ മാറണം. അപ്പൊ അതിനെന്താ മാർഗം? ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയതും ബാങ്കിൽ പോയി തെരഞ്ഞെടുത്ത് അന്വേഷിച്ച് അവിടെ കൊണ്ടുവരലല്ല, സക്കാത്ത് കൊടുക്കല. അതുകൊണ്ട് അതിന്റെ ഒന്നാമത്തെ സാങ്കേതികമായ അർത്ഥം വളർച്ച എന്നാണ്. രണ്ടാമത്തേത് ചുരുങ്ങി പറയാം, ഒരാളുടെ മിച്ചം എല്ലാ ജീവിതത്തിന്റെ സ്റ്റാറ്റസും എടുത്ത് ഒരു വർഷം കണക്ക് കൂട്ടി നോക്കുമ്പോൾ അയാൾക്ക് ആകെ മിച്ചം വന്നത്, സക്കാത്ത് കൊടുക്കാനുള്ള പരിധി കഴിഞ്ഞ്, അല്ലെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കാനുള്ള നിശ്ചിതമായ തുക നോക്കിയപ്പോൾ ആകെ വരുന്നത് 10 രൂപയാണ്. അതെ, തുടക്കത്തിൽ പറഞ്ഞത് 10 രൂപയാണെന്ന് വെച്ചാൽ നിസ്സാരമാക്കരുത്, അതൊരു തീപ്പെട്ടിക്കൊള്ളിയാണ്, അതൊരു ലൈറ്ററാണ്. 10 രൂപയല്ലേ, 10 രൂപയാണെങ്കിൽ ആ 10 രൂപത്തിന്റെ സക്കാത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സക്കാത്താണ് മാറ്റിവെക്കണം. അള്ള പറഞ്ഞെന്താ അറിയോ? ഖുദ് മിൻ അംവാലിഹിം സ്വദഖ. ഖുർആൻ അതിന് ഉപയോഗിച്ച ഒരു പദം അതാ, സ്വദഖ എന്നാണ്. അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ വാങ്ങണം, അവരിൽ നിന്ന് പിടിച്ചു വാങ്ങണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് ഖിലാഫത്ത് ഏറ്റെടുത്ത് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂലിന് നിങ്ങൾ ഒരു ഒട്ടകത്തിനെ കെട്ടുന്ന കയറാണ് കൊടുത്തിരുന്നെങ്കിൽ അത് വാങ്ങാൻ വേണ്ടി അവനോട് യുദ്ധം ചെയ്യും. അത്ര ഗൗരവമാണ് അത്. ധനികന്റെ ഔദാര്യമല്ല, ദരിദ്രന്റെ അവകാശമാണ് കൊടുക്കുന്നതും വാങ്ങുന്നതുമായ ഒരവസ്ഥ. ഇന്ന് ആ ദുരവസ്ഥയായി മാറുന്നുണ്ട്. കാരണം എന്താ അറിയോ? മഹല്ലുകൾ ആ രൂപത്തിലേക്ക് സൂക്ഷിച്ചു പോവുക. മഹലിൽ സെൻസസ് ഉണ്ടാവണം. ഈ മഹലിൽ എത്ര പേര് ഹൃദ്രോഗികളാണ്, ഈ മഹലിൽ എത്ര പേര് ക്യാൻസർ രോഗികളാണ്, ഈ മഹലിൽ എത്ര പേർ വിവാഹം കഴിഞ്ഞിട്ട് തൊലാക്കായിട്ട് അവിവാഹിതകളായിട്ട് ബന്ധം പിരിഞ്ഞ ആളുകളുണ്ട്, ഇവിടെ എത്ര പേർ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എത്ര പേർ കിഡ്നി പേഷ്യന്റ് ഉണ്ട്, എത്ര പേർക്ക് അവരവരുടെ വീട്ടിലേക്ക് റേഷൻ അരി വാങ്ങിയത് കൊണ്ടുപോയി വെച്ചിട്ട് പുഴു വരിച്ചിട്ട് ചവിട്ടാൻ പറ്റാത്ത എത്ര വീടുകളുണ്ട്. എത്ര വീടുകളിൽ ആ റേഷൻ അരി വാങ്ങി കൊടുത്തിട്ട് പോലും തന്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റാത്തത് കൊണ്ട് റേഷൻ അരിക്ക് കിട്ടേണ്ടുന്ന 100 രൂപ പോലും ഒരാളിന് കടം വാങ്ങാൻ കഴിയാത്ത കാലേശുമാരി മുസ്ലിങ്ങളുടെ ഇടയിൽ ലെനിന്റെ ഷർട്ട് ഇട്ടിട്ട് ബ്രൂട്ടിന്റെ പെർഫ്യൂം അടിച്ചിട്ട് പുറത്തിറങ്ങി നടക്കുന്ന, പുറത്ത് പെരുന്നാളും അകത്ത് നോമ്പുമായി കഴിയുന്ന എത്ര ദരിദ്ര കുടുംബങ്ങളുണ്ട്. വാടക കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കഴിഞ്ഞുകൂടുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ഒരു പശുവിനെ കിട്ടിയാൽ അതിനെ കറന്നെടുത്തതിനെ പാല് വിറ്റിട്ട് ഉപജീവന മാർഗം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറിയിരുന്ന എത്ര കുടുംബങ്ങളുണ്ട്. ഒരു ചാൺ വയറ് നിറയ്ക്കാൻ വേണ്ടി അരച്ചാൺ വിൽക്കുന്ന എത്ര വീടുകളുണ്ട് ഇവിടെ. പരിശോധിക്കപ്പെടണം. മഹലിന്റെ ഉത്തരവാദിത്വം ഭീമമാണ്. ഈ മാസം, ഈ വർഷം ലെഡ്ജർ എടുക്കാൻ പോയിട്ട് ഓരോ മഹലിലെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വിവാഹത്തിന്റെ ലെഡ്ജറുകൾ എടുക്കുക. ഈ വർഷം ഇവിടെ എത്ര വിവാഹങ്ങൾ നടന്നു, അവർക്ക് മാത്രമായ ഒരു കൗൺസിലിംഗ് വധുവിനും വരനും കൊടുക്കുന്നത് പോലെ ആണിന്റെയും പെണ്ണിന്റെയും രക്ഷിതാക്കൾ കൊടുക്കണം. എന്ത്? നിങ്ങളുടെ മകൾ ഇപ്രാവശ്യം വിവാഹം കഴിഞ്ഞു വന്ന, നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മകന് കിട്ടിയിരിക്കുന്നത് 100 പവനാണ്. അതിന്റെ 2.5% ഇത്ര വരും. അത് ഇതാ കാൽക്കുലേറ്റർ ചെയ്ത് ഇതാ കാണിച്ചു തരുന്നു. അത് ഇതാ മോണിറ്ററിലുണ്ട്, അത് ഇവിടുത്തെ സിസ്റ്റത്തിലുണ്ട്. അത് നിങ്ങൾ തന്നേ മതിയാവൂ. എത്ര ബിൽഡിങ്ങുകളുണ്ട്. ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാട്ടിൽ, നമ്മുടെ മഹലിൽ കോടിക്കണക്കിന് രൂപ വരും.
ആ ഒരു കണ്ണും കണക്കും നമുക്കുണ്ടാകണം. നമ്മുടെ നാട്ടിൽ എത്ര പേർ മദ്യപിക്കുന്നവരുടെ ഈ ഇരിക്കുന്ന ഏകദേശം ഒരു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ അതിന് അപവാദമായിരിക്കും. പക്ഷെ 40 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ലിസ്റ്റ് എടുക്കാം. എത്ര പേർ ഹാൻഡ്സ് കഴിക്കുന്നവരുണ്ട്, എത്ര പേർ ബ്രൗൺ ഷുഗർ തിന്നുന്നവരുണ്ട്, എത്ര പേർ കഞ്ചാവിന്റെ ലഹരിയുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, എത്ര പെൺകുട്ടികൾ അവനവന്റെ നാട്ടിന്റെ മുറ്റത്ത് നിന്ന് മൂക്കിന്റെ താഴത്ത് ഒളിച്ചോടിയിട്ടുണ്ട്, എത്ര ആളുകളെ 9 മണിക്ക് ശേഷം കൊണ്ടുവന്ന് വിടുന്നുണ്ട്. അതൊന്നും നമ്മളറിയണ്ട. നമ്മളിങ്ങനെ വരുന്ന ആ ഒരു കുറച്ച് പരിസംഖ്യ ഉണ്ടത് വാങ്ങുക, മൊയിലേക്ക് ശമ്പളം കൊടുക്കുക, പള്ളീൻ്റെ അവിടെ എന്തെങ്കിലും ദിക്കറോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിർത്തുക. അതിനിവിടെ ആള് വേണ്ട, അതാരെങ്കിലും ഒക്കെ ചെയ്തോളും. അതുകൊണ്ട് വ്യവസ്ഥാപിതമായ സെല്ല് എന്നതിന് പേരില്ല, സക്കാത്ത് പിരിച്ചു വിതരണം ചെയ്യുന്നതിന് സെല്ല് എന്നാ പറഞ്ഞത്. അത്ര ഗൗരവം ഉണ്ടെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അങ്ങനെ അത് വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി ചെയ്യുന്ന ആൾക്ക് പോലും സക്കാത്തിന്റെ അവകാശം എടുക്കാനുള്ള, അല്ലെങ്കിൽ സക്കാത്തിന്റെ ഒരു അവകാശം കൊടുക്കാനുള്ള ബാധ്യത, അത്ര ദീർഘമായ വീക്ഷണം അതിലുണ്ട്. അത് പ്രാവർത്തികമാക്കണം. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അത് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, കൊടുക്കുന്നവരെന്നല്ല പറഞ്ഞത്, കൊടുക്കുന്നവരും വാങ്ങുന്നവരും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പള്ളി കമ്മിറ്റിയിൽപ്പെട്ടാൽ സക്കാത്തിന്റെ സെല്ലുകൾ അവനവന്റെ വീട്ടിൽ വരുമ്പോ അവരുടെ മുഖത്ത് ഇട്ടുകൊടുക്കുന്ന ഏതെങ്കിലും നക്കാപ്പിച്ച് തന്നാൽ പറ്റില്ല. അത് പറയാനുള്ള ഗഡ്സ് വേണം. സെല്ലിൽപ്പെട്ട ഓരോരുത്തർക്കും 5000-5000 രൂപ തന്ന പറഞ്ഞ വെച്ചോ, നിങ്ങൾ 50,000 കൊണ്ട് ഇവിടെ നടക്കൂല. കാരണം എന്താ, നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടികൾ 100 പവനാ, ഇവിടുന്ന് വാഹനത്തിന് എത്ര 75 ലക്ഷം, ഭൂമി എത്രയാ, എസ്റ്റേറ്റ് എത്രയാ, മകൻ എവിടേക്കാ ജോലി ചെയ്യുന്നത്? 4 മക്കളുണ്ട്, 4 ആൺമക്കള്. ഒരാൾ അമേരിക്കയില്, ഒരാൾ സ്വിറ്റ്സർലൻഡ്, ഒരു സൗദി, ഒരാൾ ഖത്തറില്, ഒരാൾ കുവൈത്തില് മരുമകൻ. ഈ വരവും ചെലവൊക്കെ ആരാ കരകരം ചെയ്യുന്നത്? ഉപ്പയായി ഞാൻ. സക്കാത്ത് ആര് കൊടുക്കണം? ഞാൻ കൊടുക്കണം. എത്ര വളരെ സിമ്പിളാണ്. ഒരു വർഷത്തെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് 50,000 ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതിന്റെ നിസാബ് കണക്കാക്കി 2% കൊടുത്താൽ മതി. അവിഷയ സംബന്ധമായി ഇത് തീർത്താ തീരാത്തൊരു വിഷയമായി കൊണ്ടുനടക്കുന്നതെന്നറിയോ? ഇത് കൊടുക്കുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വളരെ കൃത്യമാണ് അത് പ്രവർത്തിക്കുക എന്നുള്ളത്. എഴുതി കണക്കാക്കുക, അവരിങ്ങോട്ട് വരട്ടെ എന്നിട്ട് കൊടുക്കാന്ന് വിചാരിക്കണ്ട. പിന്നെ കാൽക്കുലേഷൻ നടത്തേണ്ടപ്പോഴാ ആളുകളൊക്കെ ധരിച്ചു വെച്ചത് ഇതിപ്പോ സെപ്റ്റംബർ 27-ാം തീയതിയാണ്, ഞാൻ കച്ചവടം തുടങ്ങുന്നു. കണക്കൂട്ടപ്പോഴാ അടുത്ത 2025 സെപ്റ്റംബർ 25-നാ? അല്ല, റബീഉൽ അവ്വൽ ഇന്ന് എത്രയാ? അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ചക്രം. ആ ചക്രത്തിൽ നോക്കുക, റബീഉൽ അവ്വൽ ഇന്ന് എത്രയാ? ഈ റബീഉൽ അവ്വൽ ഇന്ന് എത്രയാണെങ്കിൽ അത്ര മുതൽ തുടങ്ങിയിട്ട് അടുത്ത റബീഉൽ അവ്വൽ വരുമ്പോ എത്രയുണ്ടെന്ന് കണക്കൂട്ടുക. അങ്ങനെ വ്യവസ്ഥാപിതമായി പ്രാക്ടിക്കലായി ചെയ്യുന്ന ആളുകളാ. കൊടുത്തില്ലെങ്കിൽ സക്കാത്തിന്റെ സെല്ലുകൾ പള്ളി കമ്മിറ്റിക്കാർ ചോദിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരെ കൊടുത്തില്ലെങ്കിൽ എന്താ? ആർക്കാ നഷ്ടം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മാ മനഅ ഖൗമിന സക്കാ, ഏതെങ്കിലും ഒരു സമൂഹം, കുടുംബം, വ്യക്തി സക്കാത്ത് തടയുന്നുവെങ്കിൽ ഇല്ലബ്തലാഹും അല്ലാഹു ബിസ്സിനീൻ, കടുത്ത ക്ഷാമം, കടുത്ത പ്രയാസം, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും. ഞാൻ ആവർത്തിച്ച് പറയാം, ആ സക്കാത്തിനെ നിസ്സാരമായി കാണേണ്ടതില്ല. അതൊരു വൈക്കോൽ കൂനയെ ഒരു വലിയ ഗ്യാസ് ചേമ്പറിലേക്ക് തീ കടത്തി വിടുന്നത്, ഗ്യാസ് ചേമ്പറിലിട്ട് വേവിക്കുന്നത് പോലെയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഏതെങ്കിലും ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10 രൂപ വേണ്ട, 9 രൂപയും വിട്ടേക്ക്, 1 രൂപ, ഒരൊറ്റ രൂപ, ഇന്ത്യൻ റുപ്പീസ്, ഒരേ 1 രൂപയുള്ളൂ സക്കാത്ത് കൊടുക്കാൻ. ഏതായാലും അതിലിപ്പോ കിശ കിടക്കട്ടെ എന്ന് വിചാരിച്ചാലോ? ഗൗരവത്തോടെന്നറിയോ? അല്ലാഹു റസൂൽ മാ ഖാലത്തിസ് സദഖ അവിസ് സക്കാ മാലൻ ഇല്ലാ ഫസദതുഹു, ഏതൊരാളുടെ സക്കാത്ത് അല്ലെങ്കിൽ സദഖ അത് സ്വന്തം ധനത്തിലേക്ക് നീക്കി വെച്ചുവോ, അത് കൊടുക്കാതെ മാറ്റിവെച്ചുവോ എങ്കിൽ അത് നാശിച്ച് നാരായക്കല്ലാതെ പോവില്ല. അല്ലാഹു റസൂൽ പറഞ്ഞതാ. സഹോദരന്മാർ, ഏറെ ഒന്നും വേണ്ട, ഒരു ബ്ലോക്ക് വന്നു, ഒരൊറ്റ ബ്ലോക്ക്. ഉദാഹരണമായിട്ട് 5 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കാനുണ്ട്, കൊടുത്തില്ല എന്ന് വെച്ചോ, ഒരൊറ്റ ബ്ലോക്ക് വന്നാൽ ഡോക്ടർമാർ പിടിച്ചിട്ട് വാങ്ങും, ആശുപത്രിക്കാർ ബില്ലിട്ട് തരും. കഴിഞ്ഞില്ലേ കഥ? എന്നിട്ട് പിന്നെയും കഴിഞ്ഞിട്ട് പറയാ, ഭയങ്കര പ്രയാസം, അതുകൊണ്ട് വെന്റിലേറ്റർ ഇടണം. എന്നിട്ട് 4 ദിവസം ചാടിക്കും. മോനെവിടെയാ? മോൻ കുവൈത്തിലാണ്. അപ്പൊ മനസ്സിലാക്കി ഏകദേശം വരുമാനത്തിലുണ്ടാവുന്നുള്ളത്. മറ്റേ ആളോ? അയാൾ ബഹ്റൈനില്ല. അപ്പോഴും കണക്കാക്കി എന്നെക്കാൾ കുറച്ച് താഴെയാണ്. ഇയാൾ അമേരിക്കയിലാണ്, കുറച്ചും കൂടി താഴെ ഉണ്ട്. 3 ആൾ കൂടി ഒരു മാസം അയച്ചാൽ 3 ലക്ഷം റുപ്യ കിട്ടും. അതുകൊണ്ട് ഒരു 3 ദിവസം കൂടി ഇവിടെ ഇടാം, തിരിച്ചിട്ട് പോരുക.
ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പള്ളി കമ്മിറ്റിയും നാട്ടുകാരും ഒക്കെ പാടെ നിസ്കരിച്ചു. സക്കാത്ത് കൊടുക്കാതെയിട്ട് പോണത്, സക്കാത്ത് കൊടുക്കാതെയാണ് പോകുന്നത്. അവിടെ എത്തുമോ? എത്തൂല, പിടിക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിക്കും. ഞാൻ വിശാലമാണ് വിഷയം, എന്നിരുന്നാൽ പിന്നെ ചുരുക്കി പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബ നമുക്കറിയാം. ഖുർആനിൽ 114 സൂറത്താണുള്ളത്. ആ 114 സൂറത്തിൽ 113 സൂറത്തിന്റെ ഈ തുടക്കത്തിൽ ബിസ്മി ഉണ്ട്. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ഇല്ല. അതിന് പണ്ഡിതന്മാർ ഒരുപാട് കാരണം പറയുന്നുണ്ട്. കാരണം അതിലുള്ള ഓരോ വിഷയമുണ്ടല്ലോ, ഓരോ ആയത്തുണ്ടല്ലോ, അത്രയധികം മുസ്ലിം ഉമ്മത്തിന്റെ അടിത്തറ അളക്കുന്ന വിഷയങ്ങളാണ്, ചങ്ക് വിളർക്കുന്ന വിഷയങ്ങളാണ്, അത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ്. നരകവുമായി ബന്ധപ്പെടുന്ന അള്ളാഹിന്റെ കോപം ഇറങ്ങുന്ന വിഷയങ്ങൾ അതിലുണ്ട്. അതുകൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ മുൻപിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വെക്കാത്തത്. സഹോദരങ്ങൾ, ഇന്ന് ജുമാ പോയി കഴിഞ്ഞിട്ട്, ഖുത്ബ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളൊക്കെ എടുത്തിട്ട് മെല്ലെ ആ പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബ 34-ാമത്തെ ആയത്ത് അല്ലാഹു പറയാ, അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ ലിയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന സബീലില്ലാഹ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയും, ഈമാൻ തരി മനസ്സിലുള്ളവരെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റുഹ്ബാൻ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മതപണ്ഡിതന്മാരും പുരോഹിതന്മാരുമായ ആൾക്കാർ. എന്താ അവരൊക്കെ കോലം? മതപണ്ഡിതൻ എന്ന് പറഞ്ഞിട്ട് വെള്ള തുണിയും വെള്ള കുപ്പായും എടുത്ത് തലയിൽ കെട്ടും കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ആഭാസവും പറയാം, എന്ത് അശ്ലീലവും പറയാം, എന്ത് അനാവശ്യവും പറയാം. ഈമാനും ഇഖ്ലാസും തഖ്വയും ഇല്ലാത്ത ആൾക്കാർ പോലും പ്രവാചകൻ പറഞ്ഞ സ്ത്രീ ലംബടൻ എന്ന നഅൂദു ബില്ലാഹ്, അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ചില മുസ്ലിയാക്കന്മാർ പറയും അത് ശരിയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഭർത്താവ് വേഗം തൊലാക്ക് ചെയ്തിട്ട് ഭാര്യ കണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടേക്ക് എത്തിച്ചു ഈ സമൂഹം. തൊള്ളയിലും നാം വളച്ചൂത്തിട്ട് എങ്ങനെ ഇത് പറയാൻ കഴിയുന്ന ഒരു മുസ്ലിമായിട്ട് ഒരു അമുസ്ലിമായ സഹോദരൻ പോലും മനസ്സിലാക്കൂ. ഇത്ര അശ്ലീലം എവിടെ കൊണ്ട് എത്തിച്ചു? നബിദിനത്തിന്റെ പേരിൽ കനലാട്ടവും തീയാട്ടവും, അമ്പലമുറ്റത്ത് പോയി ദഫ്മുട്ടുന്നു. തീർന്നോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാവേലിയെ പോലെ ഉപമിച്ചില്ലേ ആൾക്കാർ, പണ്ഡിതന്മാരായ ആൾക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ കൊണ്ട് ഇറങ്ങി വരുന്ന പറഞ്ഞത്. റമളാനിലെ ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഇറങ്ങുന്നതിനേക്കാൾ അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിൽ ഇവരോട് ഇറങ്ങി വരും. അപ്പൊ വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്ന മാവേലിക്ക് തുല്യമാണ്. ഇവരൊക്കെ എന്താ ചെയ്യുന്നവരെ അല്ല പറയാം. ഇവർ ചെയ്യുന്ന പണി, ഇവരെ സൂക്ഷിക്കണം. ലിയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, ഇവരന്യായമായിട്ട് സമൂഹത്തിന്റെ മനുഷ്യരുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ വാങ്ങി തിന്നാൻ വേണ്ടി വേഷം കെട്ടുന്ന ആൾക്കാരാ. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അവർക്കത് കിട്ടണമെങ്കിൽ അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയണം. ഞാൻ സാന്ദർഭിക 3-4 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സക്കാത്ത് വ്യവസ്ഥാപിതമാവാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഇതാ. പണ്ഡിതന്മാരോട് ചെന്ന് ചോദിച്ചു നോക്കിയാൽ അവരിത് പറയുന്നതിന്റെ മറുപടി നേരെ കുത്തനെയാ. നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ മൊയ്ലിയാർക്ക് 5000 രൂപയ്ക്ക് ഇമ്പളം കൈമടക്ക്. അതോടുകൂടി അയാളും സുക്കൂത്തായി ഇയാളും സുക്കൂത്തായി, ഡീൽ രണ്ടുപേരും. കാരണം എന്താ, 5 കോടി കൊടുക്കാനുള്ളവൻ 5000 രൂപ കൊണ്ട് സംഗതി സലാമത്താക്കി. കാരണം ഫത്വ കൊടുത്താരാ? മുസ്ലിയാർ. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ തിരിച്ചു വിട്ടിട്ട് ലിയഅകുലൂന അംവാലൻ നാസി, മനുഷ്യരുടെ സ്വത്ത് സമ്പാദിക്കാൻ, അത് വാരി തിന്നാൻ വേണ്ടി വ്യഗ്രത കൂട്ടുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരുമായ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഹെഡിങ് അതാണ്. പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 34-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാ. എന്നിട്ട് പറയാ, വല്ലദീന യക്നിസൂന അൽ-ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. വല്ലദീന യക്നിസൂന അൽ-ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ഒക്കെ അട്ടിക്ക് വെക്കുന്ന ആൾക്കാർ. ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാണയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വാല്യബിൾ ആയിട്ടുണ്ടായിരുന്ന വെള്ളിയായിരുന്നു. ഇന്നത് സ്വർണത്തിന്റെ സ്ഥാനത്തെത്തി. ഇന്ന് സ്വർണമാണ് ക്രയവിക്രയം ചെയ്യുന്നതിന്. എത്ര ലിക്വിഡ് ആയിട്ടുണ്ട്? ക്യാഷ് ഇല്ല. അതിന്റെ 3 ഇരട്ടി സ്വർണം ഉണ്ടാവും. എവിടെ? ലോക്കറിൽ. അല്ല പറഞ്ഞതാ. ശരിക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ സഹോദരിമാരായ ആളുകൾ ശ്രദ്ധിക്കുന്നതൊരു വിഷയമാണ്.
10.5 പവൻ വരെ ഇസ്ലാം അനുവദിക്കുന്ന ഒരു പെണ്ണിന്. എന്തിനാ? അലങ്കാരത്തിന്. കഴുത്തിന്റെ ഈ ചങ്ക് മുതൽ പൊക്കിൾ കൊടി വരെ ഇങ്ങനെ ഞാണ്ട് കിടക്കുന്ന മാലകൾ എന്തിനാ? ഗുരുവായൂർ കേശവന് നെറ്റിപ്പട്ടം കിട്ടിയതുപോലെ. അത് അഹങ്കാരത്തിന്. നാട്ടുകാർ കാണണ്ടേ? കാണണമെങ്കിലോ അവനവന്റെ ഭാര്യയെ അവനവൻ മാത്രം കാണേണ്ടുന്ന ഭാര്യയെ നാട്ടുകാർ മുഴുവൻ, ക്യാമറക്കാർ കാണാൻ, ഫോട്ടോഷൂട്ട് എടുക്കുന്നവൻ കാണാൻ, വീഡിയോക്കാർ കാണാൻ, തിരിച്ചും മറിച്ചും മരത്തും വെച്ചു ടീമൊക്കെ നിർത്തുന്ന സമയത്ത് ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഔറത്തായ ഭാഗങ്ങൾ പ്രകടമാകുന്നുവെങ്കിൽ അതിന്റെ കാരണക്കാരനായ ആരാ? യുവാക്കളെ, നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളുടെ മസ്ഊലിയത്ത് ബിസ്മിയും ചൊല്ലി വാങ്ങിയത് ആരാണോ അയാൾ അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടതുണ്ട്. വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിക്ക് തന്റെ ഉപ്പകളിൽ നിന്ന് സമ്മാനത്തിന്റെ കണക്ക് ബോധിപ്പിച്ചത് കൃത്യമായി സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. അതെങ്ങാനും വിസ്മരിച്ചു പോയാൽ, മറന്നുപോയാൽ, അബദ്ധവശാൽ അത് മാറിപ്പോയാൽ അത് ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത സഹോദരിമാർക്കുണ്ട്. ഇതാ എനിക്ക് ഇത്ര പവനുണ്ട് കേട്ടോ, എനിക്ക് 15 പവനുണ്ട്, അതിന്റെ 2.5% ഇത്ര വരും, കൊടുക്കണേ. ഏറ്റവും മിനിമം അത് എത്രയാ? 10.5. അവിടുന്ന് അങ്ങോട്ട് കൂട്ടിയാൽ എത്രയുണ്ടാവും? അതിപ്പോ ആരും അറിയാ? വാങ്ങിയതും ആരും അറിയില്ല, കൊണ്ടതും ആരും അറിയില്ല, ലോക്കറിൽ വെച്ചാലും ആരും അറിയില്ല. പടച്ചോൻ അറിയും കേട്ടോ. അല്ല പറയാ, അള്ളാഹു അറിയും കേട്ടോ. അത് നാളെ കൊണ്ടുവരും. അത് നരകമാകുന്ന ജഹന്നമിലിട്ടിട്ട് ചുട്ടു പഴിപ്പിക്കപ്പെടും. എന്നിട്ട് അതുകൊണ്ട് ജിബാഹുകൾ, അവരുടെ നെറ്റിത്തടങ്ങൾ പൊള്ളിക്കും. തുക്കുവ എന്ന് പറഞ്ഞാൽ ഇസ്തിരിപ്പെട്ടിക്ക് പറയുന്ന പേരാ. വെറുതെ ഒരു കനൽ കട്ടിയല്ല, അവിടെ ഉള്ള പിന്നെ ചന്ദനത്തിരി ഒന്ന് കത്തിച്ചിട്ട് അതിന്റെ അറ്റം ഒരു അല്പം ഇങ്ങനെ കയ്യിൽ വെച്ച് സഹിക്കൂല. ഇത് ശരിക്കും ചുളിവുകളെ നൂരും, മടക്കേനെ നൂരും. അങ്ങനെയാണ് നമ്മൾ അയൺ ചെയ്യാം. ആ അയൺ ബോക്സിന്റെ പേരാണ് തുക്കുവ എന്നുള്ളത്. നാളെ പരലോകത്ത് ഈ സ്വർണവും വെള്ളിയും കറൻസിയും ഭൂമിയും എസ്റ്റേറ്റും ബംഗ്ലാവും തേങ്ങയും ഏലവും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് നരകത്തിലിട്ടിട്ട് അതുകൊണ്ട് ചുട്ടുപഴിപ്പിക്കപ്പെട്ട് തകിടുകളാക്കി മാറ്റും. എന്നിട്ട് അതുകൊണ്ട് ആ സക്കാത്ത് കൊടുക്കാത്തവന്റെ നെറ്റിത്തടത്തിൽ ചൂട് കുത്തപ്പെടും. വജുനൂബുഹും, അവന്റെ പാർശ്വഭാഗങ്ങൾ, വലുഹൂറുഹും, അവന്റെ മുതുകുഭാഗങ്ങൾ. ഹാദാ മാ കനസ്തും, ആ തകിടുകൾ, ഷീറ്റുകൾ ഇരുമ്പിന്റെ കഷ്ണങ്ങളല്ല, ആ തകിടുകൾ ലോഹത്തിന്റെ കറൻസിയുടെ ഒക്കെ കഷ്ണങ്ങൾ തീയിലിട്ട് കരിച്ചതിന് ശേഷം അല്ല, ജഹന്നമിലിട്ട് കരിച്ചതിന് ശേഷം അത് ശരീരത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോ അത് ഈ ഉടമയോട് പറയത്രേ, ഹാദാ മാ കനസ്തും, നിന്റെ 5 ലക്ഷം രൂപ ഞാനാണ്, നിന്റെ 5000 രൂപ ഞാനാണ്, നിന്റെ 5 സെന്റ് സ്ഥലം ഞാനാണ്, നിന്റെ 4 മുറി പീടിക ഞാനാണ്, നിന്റെ 4 ഏക്കർ സ്ഥലത്തെ നാളികേരം ഞാനാണ്, നിന്റെ കോഴി ഫാം ഞാനാണ്, നിന്റെ കുരുമുളകിന്റെ ചാക്ക് ഞാനാണ് എന്ന് ആ വ്യക്തിയോട് അതിങ്ങനെ വിളിച്ചു പറയും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ശേഖരിച്ചു വെച്ച് സക്കാത്ത് കൊടുക്കാതെ ഈ പരലോകത്തിന്റെ മുറ്റത്തേക്ക് വന്നിട്ടുള്ള സാമ്പാദ്യങ്ങളിലെ അത് മുഴുവനും കൊണ്ട് നിങ്ങൾ ആസ്വദിക്കുവീൻ, ശിക്ഷ ആസ്വദിക്കുവീൻ എന്ന് പറയും അത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നുമൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുകയും സക്കാത്ത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറല്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കൂടി ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, സക്കാത്ത് നൽകാത്ത ആളുകളുണ്ടാവുമല്ലോ, സക്കാത്ത് കൊടുക്കാത്ത ആൾക്കാർ, ജീവിതത്തിനിടയിൽ ഇതുവരെ നിസ്കരിക്കാത്തവരുണ്ടാവില്ല, സക്കാത്ത് കൊടുക്കാത്തവരെമ്പാടുണ്ടാവും. കൊടുക്കാനില്ലാത്തത് കൊണ്ടല്ല, കൊടുക്കാൻ ഇല്ല എന്ന് മനസ്സാക്ഷി നമ്മളോട് പറയാത്തത് കൊണ്ടല്ല, മറിച്ച് നമുക്ക് ഭൗതികമായ ത്വരയാണ്. അതങ്ങോട്ട് കൊടുത്താൽ ഇപ്പം മക്കൾക്ക് പോകൂലേ, വേറുള്ളവർക്ക് പോകൂലേ, ആർക്കും പോകൂല, അവനവനാണ് പോവുക. നാളെ ഖബറിൽ ഇങ്ങനെ പോയി കിടക്കുമ്പോൾ ഒരു മക്കളും മരുമക്കളും ഉണ്ടാവില്ല. മരിച്ചു എന്നറിയാം. 4 മണിക്ക് ഞാനോ നിങ്ങളോ മരിച്ചാൽ ഇവരെല്ലാവരും അറിഞ്ഞാൽ മഗ്‌രിബാകുമ്പോൾ കുറച്ച് ആൾക്കാർ വരും, തലയും മാന്തി ചൊറിഞ്ഞു അങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് എന്താ കാര്യം? പോവുക, ഓരസ്സലാമു അലൈക്കും പറഞ്ഞു. ഒരു 10-10:30 മണി വരെയൊക്കെ മൂക്ക് വലിച്ചിട്ട് നമ്മുടെ ഭാര്യയും അതിൻ്റെ അപ്പുറപ്പുറമൊക്കെ ഉണ്ടായിരുന്നു. ഓളും ഉറക്കം വന്ന് ഓളും പോയി കിടന്നുറങ്ങി. ബാക്കിയുള്ളവരോ മക്കളും പേരമക്കളും മരുമക്കളൊക്കെ, ചില ആൾക്കാരൊക്കെ രാവിലെ 9 മണിക്ക് മൈ എടുത്തെടുക്കുമ്പോൾ വരും.
അതുവരെ കസേരമ കുത്തിരുന്ന് മരിച്ചോൻ്റെ മതവും മരിച്ചോൻ്റെ കാര്യങ്ങളൊന്നുമല്ല പറയാം, അത് നാട്ടിലെ രാഷ്ട്രീയം പറയാൻ, മറ്റു കാര്യങ്ങൾ പറയാൻ ഒക്കെ ഉപയോഗപ്പെടുത്തും. അപ്പോഴും നമ്മൾ ഈ വിറങ്ങലിച്ച മയ്യത്ത് കെട്ടിലിൻ്റെ ഉള്ളിൽ ഒരൊറ്റ തുണീൻ്റെ ഉള്ളകത്ത് കിടന്ന് പടയുന്നുണ്ടാവും. നമ്മുടെ ഖബറിൽ ആരും വരൂല, എല്ലാവരും ഒരു പൂഴി മണ്ണിട്ടതിൻ്റെ ഇടയിലാണ് ഒരു 5 ഉറുപ്പ്യൻ്റെ ലെക്സിഫാനെ കുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണാൽ ഖബർ കിടക്കുന്ന കാക്ക മെല്ലെ കാലിട്ടിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉടമക്കാണ് കൊടുക്കും. എൻ്റെ 5 ഉറുപ്പ്യൻ്റെ പേര് എൻ്റെ വാപ്പാൻ്റെ ഖബറിൽ ഇനി വേണ്ട. പിന്നെ ഇപ്പം എന്താ ഇവിടുന്ന് പോകാൻ പോക്കണ്ട, ഒന്നും കൊണ്ടുപോകാനില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും അല്ല, അതിന് കഴിയുന്ന, അതിൻ്റെ അവകാശമുള്ള, അതിൻ്റെ അർഹതയുള്ള, യോഗ്യതയുള്ള, നിസാബെത്തിയിട്ട് അതിൻ്റെ ഉടമകളായ ആളുകളുണ്ടാവുമല്ലോ. അല്ലാഹ് പറയാ, വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അല്ലാഹ് എമ്പാടും അനന്തരാവകാശമായിട്ടും ജോലിയായിട്ടും സമ്പാദ്യമായിട്ടും വരുമാനമായിട്ടും ഒക്കെ കൊടുത്ത ഒരുപാട് ഔദാര്യങ്ങളുണ്ട്. അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ തന്നെ പിശുക്കി വെച്ച ആൾക്കാർ, വലാ തഹ്സബന്ന, നിങ്ങൾ വിചാരിക്കരുത്, ഹുവ ഖൈറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാണെന്ന്, ബൽ ഹുവ ശർറുൻ ലഹും, അത് അവർക്ക് ഷർറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 5 ലക്ഷം റുപ്യ ബാങ്കിൽ ഇങ്ങനെ മുറുക്കി ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ കയ്യിൽ സൂക്ഷിപ്പിച്ചു വെച്ചതാ, പക്ഷേ ഒറ്റ അടിയടിച്ചാൽ പരിപാടി തീർന്നു. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. അല്ലാഹ് പറയാ, സയുതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അത് അയാളുടെ കഴുത്തിൽ കണ്ടാഭരണമായിട്ട് അണിയിക്കപ്പെടും. മുഫസ്സിറുകളായ ആളുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം, അതൊരു കാള സർപ്പമായിരിക്കും അത്രേ, ഒരു പാമ്പ്. ആ പാമ്പ് ഇപ്പം നമ്മുടെ ഉമ്മയാണ് വിചാരിച്ചോ, 15 പവൻ നമ്മുടെ ഉമ്മാൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. ഉമ്മ ജീവിതത്തിൽ വരെ സക്കാത്ത് കൊടുത്തിട്ടില്ല, വാപ്പിട്ടതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല. നമ്മുടെ പെങ്ങളാണ് വിചാരിച്ചോ, നമ്മുടെ ഭാര്യയാണ് വെച്ചോ, നമ്മുടെ മകളാണ് വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് വിചാരിച്ചോ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതലൊന്നും പറയണ്ട, ഇടുക്കൂലപ്പോ ഒരാൾക്ക് പോലും ആവശ്യമില്ലാത്ത ഒരു 50 പൈസ കൊണ്ട് പടച്ചോൻ നാളെ ഖിയാമത്ത് നാളിൽ ഒരു ചെറിയ നീളത്തിലുള്ള ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നമ്മളെ കഴുത്തിലിട്ട് തന്നാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അത് വെറും തീ കൊണ്ടുണ്ടാക്കിയ ഒരു സംവിധാനം മാത്രമല്ല, പാമ്പായിരിക്കും അത്ര. ആ പാമ്പിൻ്റെ വാല് പുറത്തേക്ക് ഇടും, മുതുകത്തേക്ക് തന്നെ തൂക്കിയിടും, എന്നിട്ട് അതിൻ്റെ തലഭാഗം മുമ്പിലേക്ക് ഇങ്ങനെ തൂക്കിയിടും, എന്നിട്ട് അതിൻ്റെ പണം, ആ പത്തി ഉണ്ടല്ലോ, അതിങ്ങനെ വിടർത്തിയിട്ട് ആ പാമ്പ് ഇങ്ങനെ ആടിയിട്ട് ഈ വ്യക്തിയുടെ മുഖത്തേക്ക് ഊതിയിട്ട് പറയത്രേ, ഹാദാ മാ കനസ്തും, ഞാനാണ് നീ ദുനിയാവിൽ സക്കാത്ത് കൊടുക്കാതെ അവശേഷിപ്പിച്ചു പോന്ന കടമായ സക്കാത്ത് ഞാനാണ്. മുഫസ്സിറുകൾ പറയാം, അത് ഇടക്കിടക്ക് ഒന്ന് വികസിക്കും, അതിൻ്റെ ശൽക്കകൾ, എന്നിട്ടൊന്ന് സങ്കോചിക്കും. മാംസളമായ മനുഷ്യന്റെ ശരീരത്തിലെ തോലുകൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് തന്നെ ടൈറ്റാവും. അത്ര ഗൗരവമുണ്ട് ആ വിഷയം. ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കി അറിഞ്ഞ് ഒരൊറ്റ പൈസയില്ലാതെ വർഷാവർഷം സക്കാത്ത് ചെയ്യുന്നവരാണ് വിജയികൾ എന്നാണ് അല്ലാഹ് പറഞ്ഞത്. അക്കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. കഠോരമായ ശിക്ഷ ഭവിക്കാൻ ഇടയ നൽകുന്ന എല്ലാവിധ കാര്യങ്ങളും, സക്കാത്തും മറ്റ് നമസ്കാരത്തിന്റെ വിഘാതങ്ങളാകുന്ന കാര്യങ്ങളും നോമ്പ് തുടങ്ങിയ മുടക്കം വന്ന കാര്യങ്ങളും ഒക്കെ അത് കൃത്യമായി പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി നിർവഹിച്ച് ഒരു നിലക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ പാപത്തിൻ്റെ പുള്ളികളില്ലാതെ നാളെ സലീമായ ഹൃദയത്തോടുകൂടി എഴുന്നേൽപ്പിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്നവരുണ്ട്. ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും മരണം വരെ നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിക്കുവാനും മുത്തഖീകളായി ജീവിതാന്ത്യം വരെ തുടരാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന സക്കറാത്തുൽ മൗത്തിന്റെയും ഗമറാത്തുൽ മൗത്തിന്റെയും വേദനകൾ കടിച്ചമർത്തുമ്പോഴും അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട്
കൊണ്ട് മരണപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി നാം അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ, റിസ്കിന്റെ, മഈശത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്ത പല സഹോദരങ്ങൾ, ചില ആളുകളൊക്കെ ഖുതുബക്ക് കയറുന്ന സമയത്ത് പോലും വിളിച്ചു പറഞ്ഞിരുന്നു, മഹാപ്രയാസങ്ങളാണ്, രോഗവും ബുദ്ധിമുട്ടും ഒക്കെയായി. അള്ളാഹു നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി കൊടുക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും മുസ്ലിമായി പിറന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവർ, മർദ്ദിക്കപ്പെടുന്നവർ, പൊട്ടിച്ചിന്ന് ചിതറി അവനവന്റെ മൃതശരീരം പോലും മയ്യത്തായി കൃത്യമായി ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നിർവഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഛിന്നഭിന്നമാക്കപ്പെടുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും സമ്പൂർണ്ണമായ വിജയം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവർക്ക് ശുഹദാക്കന്മാരുടെ ദറജ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അനാഥമാക്കപ്പെടുന്ന വിധവകൾക്ക് അള്ളാഹു സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. വിധവകൾക്കും അനാഥ മക്കൾക്കും അള്ളാഹു സംരക്ഷണം നൽകുകയും ഈ ലോകത്ത് ഇസ്ലാമിന്റെ ഇസ്സത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആവശ്യമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.